അരൂർ നിയോജക മണ്ഡലം UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറും അരൂർ MLAയുമായ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാന് പ്രൗഢോജ്വലമായ സ്വീകരണം നൽകി. AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ MP-യുമായ KC വേണുഗോപാൽ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. UDF നേതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ മണ്ഡലത്തിൽ UDF-ന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ സമാഹരിച്ച മണ്ഡലം പ്രസിഡന്റുമാരെ ആദരിച്ചു. അരൂർ നിയോജക മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് MLAയും ഡെപ്യൂട്ടി സ്പീക്കറുമായ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാന് വലിയ രീതിയിലുള്ള സ്വീകരണ സമ്മേളനം ഒരുക്കിയത്. ചന്ദരൂർ പാലസ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിന്റെ ഉദ്ഘാടനം AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ MP-യുമായ KC വേണുഗോപാൽ നിർവഹിച്ചു. അന്ന് നഷ്ടപ്പെട്ടപ്പോഴും ഒട്ടും പ്രയാസമില്ലാതെ 5 വർഷവും ഈ മണ്ഡലത്തിന്റെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ പങ്കെടുക്കാനും ജനങ്ങളോടൊപ്പം നിലനിൽപ്പ് കൊടുക്കാനും ജനങ്ങൾക്ക് വേണ്ടി പോരാടാനും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഓരോ പ്രശ്നങ്ങളിലും ഇടപെടാനും ഒക്കെ തയ്യാറായി പാർട്ടി പ്രവർത്തകരെയും മുന്നണി പ്രവർത്തകരെയും ജനങ്ങളെയും ഒക്കെ തന്നെ കൂടെ നിർത്തിയതിന്റെ ഫലമെന്ന നിലയിലാണ് ഷാനിമോളിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഐക്യജനാധിപത്യ മുന്നണി പാർട്ടിയും തീരുമാനം. 10 കൊല്ലമായി നമുക്ക് കൈവിട്ടുപോയ കേരള ഭരണം തിരിച്ചു പിടിക്കാനുള്ള ആവേശം, അതോടൊപ്പം ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് നമുക്കിടക്ക് നഷ്ടപ്പെട്ടു പോയ ഈ അരൂർ മണ്ഡലം വീണ്ടും UDF-ൻ്റെതാക്കാനുള്ള ആവശ്യം, ഈ 2 ആവേശവും ഒന്നിച്ച് അണിയൊഴിച്ച് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരുടെ ഉജ്ജ്വലമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അരൂർ നിയോജക മണ്ഡലം ഐക്യ മുന്നണിയുടെ കുത്തകയാക്കി ഷാനിമോളിലൂടെ തിരിച്ചു പിടിക്കാൻ നേതൃത്വം കൊടുത്ത നിങ്ങളെല്ലാവരെയും ഓരോരുത്തരെയും UDF നേതാക്കളും ജനപ്രതിനിധികളും മണ്ഡലം പ്രസിഡന്റുമാരും പോഷക സംഘടന ഭാരവാഹികളും ഉൾപ്പെടെ പങ്കെടുത്ത സ്വീകരണ സമ്മേളനത്തിന് UDF ചെയർമാൻ PK ഫസലുദ്ദീൻ, കൺവീനറും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ CK രാജേന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ അസീസ് പായിക്കാട്, PT രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. അരൂരിൽ നിന്നാണ് ആദ്യമായിട്ട് നിയമസഭ കാണുവാനുള്ള ഒരു ഭാഗ്യം ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ എനിക്ക് ലഭിച്ചത്. അതിന് കാരണക്കാരായിട്ടുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകരുമാണ്, നേതാക്കളുമാണ്. ഓരോ പ്രവർത്തകന്റെയും നേതാവിന്റെയും ശരീരത്തിൽ സത്യം പറഞ്ഞാല് അവരങ്ങേയറ്റം കഷ്ടപ്പെട്ട് വിയർപ്പ് കൊണ്ട് എഴുതിയ വിജയമാണ് എനിക്കുള്ളത് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. തീർച്ചയായിട്ടും ആ വിജയം നമുക്ക് ആഘോഷിക്കാനുള്ളതാണെന്നുള്ളൊരു സംശയം വേണ്ട. നമ്മുടെ ആഘോഷം പൊതുജന സേവനത്തിലൂടെ ആകണം എന്നുള്ളത് മാത്രമാണ്. എല്ലാവരോടും എന്നും ഉള്ള കടപ്പാട് ഞാൻ അങ്ങേയറ്റമുള്ള സ്നേഹവും അറിയിക്കുന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ, പോഷക സംഘടന നേതാക്കൾ തുടങ്ങിയവർ ഷോളണിയിച്ച് അനുമോദനം അറിയിച്ചു. അരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അസീസ് പായിക്കാട് മൊമെന്റോ നൽകി അനുമോദിച്ചു. UDF നേതാക്കളോടൊപ്പം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ദിലീപ് കണ്ണാടൻ, അഡ്വക്കേറ്റ് K ഉമേശൻ, തുറവൂർ ദേവരാജൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ CK പുഷ്പൻ, ബിന്ദു ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. നിയോജക മണ്ഡലത്തിൽ UDF-ന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ സമാഹരിച്ച മണ്ഡലം പ്രസിഡന്റുമാരായ TP മോഹനൻ, അൻസാർ എന്നിവരെ മൊമെന്റോ നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, അരൂർ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്